ലക്കി സിംഗിന്റെ മകളുടെ കല്യാണം നടക്കാൻ പോകുന്ന ആ സ്ഥലത്തേക്കെത്തിയ മുന്നാബായും സർക്കിട്ടും ഖുറേഷിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ ചൊവ്വാദോഷത്തിലൊന്നും ഒരു കാര്യമില്ലെന്നും കല്യാണത്തിന് മുമ്പ് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ മടി കാണിക്കാത്ത സിമ്രാൻ നല്ലൊരു കുട്ടിയാണെന്നും പറഞ്ഞിട്ടും ഖുറേഷി കല്യാണത്തിൽ നിന്ന് പിന്മാറാനാണ് തീരുമാനിക്കുന്നത്. ഇത് മാത്രമല്ല, ഖുറേഷിയുടെ ജ്യോത്സ്യനായ ബെഡ്ഡുവും ഇതിന് എതിരെ വരികയാണ്. ചൊവ്വാദോഷക്കാരിയായി കല്യാണം കഴിച്ചാൽ പയ്യന് അകാല മൃത്യു ഉണ്ടാവുമെന്ന് ബെഡ്ഡുവും വാദിക്കുന്നു. ബെഡ്ഡു എന്ന ആ ജ്യോത്സ്യൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഉറപ്പിക്കാൻ മുന്നാബായി തീരുമാനിക്കുന്നു. ബെഡ്ഡുവിൻ്റെ അടുത്ത് മുന്നാബായി ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര ആയുസുണ്ട്? എനിക്ക് ഇനിയും ഒരുപാട് ആയുസ് ഉണ്ടെന്ന് ബെഡ്ഡു പറയുമ്പോൾ ബെഡ്ഡുവിൻ്റെ തലയിൽ ഒരു തോക്ക് വെച്ചിട്ട് മുന്നാബായി പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ വെടിവെച്ചാൽ നിങ്ങളിപ്പോൾ ചാവില്ലല്ലോ എന്ന്. ഉടനെ തന്നെ ബെഡ്ഡു ബോധം കെട്ടു വീഴുന്നു. ജ്യോത്സ്യൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ഇങ്ങനെ തെളിയിച്ചിട്ടും ഖുറേഷി ഇതിലൊന്നും വഴങ്ങാൻ തയ്യാറായില്ല. ഖുറേഷി ഉടനെ തന്നെ പോലീസിനെ വിളിക്കുകയും പോലീസ് മുന്നാബായിയെയും സർക്കിട്ടിനെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഖുറേഷിയുടെ മകൻ സണ്ണിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അവൻ ലക്കി സിംഗിന്റെ മകളായ സിമ്രാന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഇവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോയേക്കാം, പക്ഷേ കല്യാണം കഴിച്ചില്ല എങ്കിൽ എനിക്ക് തുടർന്ന് ജീവിക്കാൻ പാടായിരിക്കും. അങ്ങനെ അവൻ അവൻ്റെ അച്ഛൻ്റെ വാക്ക് കേൾക്കാതെ ലക്കി സിംഗിന്റെ മകളായ സിമ്രാനെ കല്യാണം കഴിക്കുന്നു. ഇനി പോലീസ് പിടിച്ച മുന്നാബായിക്കും സർക്കിട്ടിനും എന്ത് സംഭവിക്കും? അത് അടുത്ത പാർട്ടിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.